സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തി നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വലിയ വിശ്വസ്തയോർത്ത് നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വരിക എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ പുതിയ സൃഷ്ടികളായി നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ വരുമ്പോൾ ഈ വിശ്വാസം നമ്മളെ അത്ഭുതകരമായി വഴി നടത്തുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്തില്ലെങ്കിലും നമ്മുടെ അകത്ത് കർത്താവിൽ വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം പറയുന്നത് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എൻ്റെ കർത്താവ് പറയുന്ന വാക്ക് ഒരിക്കലും മാറിപ്പോകത്തില്ല. എൻ്റെ യേശു പറയുന്നത് അത് അതേ വിധത്തിൽ തന്നെ നടക്കും. എത്ര വൈകിയാലും ഹല്ലേലൂയ, ഇന്നൊരു ഉറപ്പ് പറയട്ടെ, എത്ര വൈകിപ്പോയാലും എൻ്റെ യേശു പറഞ്ഞ വാക്കുകൾ നടക്കുക തന്നെ ചെയ്യും. വാക്ക് മാറത്തില്ല. എൻ്റെ കർത്താവിൻ്റെ വാക്ക് മാറത്തില്ല. എൻ്റെ കർത്താവ് ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ വിശ്വസിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് നമ്മൾ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് യേശു കർത്താവിനെ കാണുക. കർത്താവിനെ കണ്ട് അവർ തമ്മിലൊരു സംസാരം നടത്തിയിട്ട് ഈ ചെറുപ്പക്കാരൻ അങ്ങ് പോകുക. അവന് യേശുവിൽ വന്ന് അടിയുറച്ച് നിൽക്കാനായിട്ട് അവന് ഭയങ്കര വിഷമമാണ്. അപ്പം ഇവൻ പോകുമ്പം ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഡിസൈപ്പിൾസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 26 ചോദിക്കുന്നുണ്ട്. ദെൻ ഹൂ ഇൻ ദ വേൾഡ് ക്യാൻ ബി സേവ്ഡ് ദേ ആസ്ക്ഡ്. ഹല്ലേലൂയ. അവർ ചോദിക്കുന്നു, പിന്നെ ആർക്കാണ് ഈ ലോകത്ത് രക്ഷപ്പെടാൻ പറ്റുന്നത് അല്ലേ. അപ്പം രക്ഷയെക്കുറിച്ച് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പം രക്ഷപ്പെടുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞപ്പം അവൻ ഇട്ടേച്ച് പോകുക. അന്നേരമാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, ആർക്ക് പിന്നെ ഈ ഭൂമിയിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്ന്. 27-ാം തിരുവചനത്തിൽ യേശു കർത്താവ് പറയുക, ഹ്യൂമൻലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ബട്ട് നോട്ട് വിത്ത് ഗോഡ്, എവ്രിതിങ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ് എന്ന് 26-27 എന്ന് വായിച്ചു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലാതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സകലതും സാധ്യം. യേശു കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുക, മനുഷ്യർക്ക് അസാധ്യം. അപ്പോൾ ഇവിടെ വിശ്വാസത്തിൽ വരുകയോ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനെ കുറിച്ചോ. അപ്പം ഞാനൊരു ഉറപ്പ് പറയട്ടെ, എത്ര വലിയ പാപത്തിൽ കിടക്കുന്നവരാണെങ്കിലും, എത്ര ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നവരാണെങ്കിലും, നിങ്ങൾ ചിലപ്പം പലവർക്കും വേണ്ടി ഇത് വിശ്വാസത്തിൻ്റെ കാര്യം. ഇനി അടുത്തൊരു ഭാഗം നമുക്ക് കാണാം. പക്ഷേ വിശ്വാസത്തിനെ കുറിച്ച് പറയുമ്പോൾ എത്ര നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എനിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു വിധത്തിലും ഈ വ്യക്തി തിരിയുന്നില്ല, ഒരു മാറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞാലും കർത്താവ് ഇവിടെ പറയുക, ഹല്ലേലൂയ, മനുഷ്യർക്ക് അസാധ്യമാണ്. മനുഷ്യരോർക്കും ഇവരെങ്ങനെ നേരെയാവും, മനുഷ്യരോർക്കും ഇതെങ്ങാനും ഇത് മാറുമോ അല്ലെങ്കിൽ ഇത് നടക്കുമോ എന്നൊക്കെ ഓർക്കുമായിരിക്കും. പക്ഷേ ദൈവത്താലോ സകലതും സാധ്യം. ഹല്ലേലൂയ. എവ്രിതിങ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. ഹല്ലേലൂയ. ഇതൊന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവിനാൽ സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ കർത്താവിന് അപ്പം ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് കയറി ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. നമ്മൾക്കാർക്കും ഒരാളുടെ ചിന്താഗതി മാറ്റാൻ പറ്റത്തില്ല. ഒരാളെ വിശ്വാസത്തിനകത്തേക്ക് നമുക്ക് കോരി ഒഴിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഹൃദയങ്ങളെ സ്പർശിക്കണമെങ്കിൽ യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. മനുഷ്യരെത്ര സ്പർശിച്ചാലും അതൊരു അല്പസമയത്തേക്കേ ഉള്ളൂ. പക്ഷേ ദൈവം ഒരുവൻ്റെ ഹൃദയം സ്പർശിച്ചാലോ അവനിൽ എന്നേക്കും മാറ്റം സംഭവിക്കും. അപ്പം കർത്താവ് പറയുക, ഹല്ലേലൂയ, മനുഷ്യർക്ക് ഇത് സാധ്യമല്ല, മനുഷ്യരെത്ര ചിന്തിച്ചാലും ഇത് നടക്കത്തില്ല. ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു മനം പുതുക്കൽ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരെ കൊണ്ട് അത് അസാധ്യമാണ്. പക്ഷേ ഇന്ന് ദൈവത്തെ കൊണ്ട് സകലതും സാധ്യമാണ്. ഇന്ന് ഞാനൊന്ന് പറയട്ടെ, ഭവനങ്ങൾക്കകത്ത് ഇരുന്ന് ഇനി വർഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ ഈ വർഷവും കർത്താവെ ഒരു മാറ്റവും ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇന്നിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, മനുഷ്യരാൽ ഇത് അസാധ്യമാണ്, പക്ഷേ ദൈവത്താൽ സകലതും സാധ്യമാണ്. ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളൊന്ന് വിട്ടുകൊടുത്താൽ മതി, കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ മതി. സ്തോത്രം. എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല, പക്ഷേ കർത്താവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ
ഈ ആഴ്ചകളിൽ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവ് മെല്ലെ മെല്ലെ ആണെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. ഒരു ചെറിയ മാറ്റം കണ്ടാലും ഹല്ലേലൂയ കർത്താവിനോട് പറയണം, കർത്താവെ നന്ദി, ഈ മാറ്റം എന്നെ കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു, പക്ഷെ അങ്ങേ കൊണ്ട് സകലതും സാധ്യമാ. ഹല്ലേലൂയ, ഇത് അങ്ങ് ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, യേശുവിനാൽ സകലതും സാധ്യമാ. ഇന്ന് വിളിച്ചു പറയണം, യേശുവിനാൽ സകലതും സാധ്യമാ. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന ഒരു വാക്ക് കർത്താവ് പറയാ. പത്രോസ് ചോദിക്കുക, ഞങ്ങളെല്ലാം വിട്ടേച്ച് നിന്റെ പിന്നാലെ വന്നതല്ലേ കർത്താവെ, ഞങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയുക, ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ സകലതും എന്നെ ഓർത്ത്, യേശുവിനെ ഓർത്ത് നിങ്ങൾ വിട്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അല്ലേ നിങ്ങൾക്ക് പ്രതികൂലത്തിനോടൊപ്പം നിങ്ങൾക്ക് സകലതും 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 നിങ്ങൾക്ക് മടക്കി കിട്ടും. 100 ഇരട്ടി നിങ്ങൾക്ക് മടക്കി കിട്ടും. ഹല്ലേലൂയ, ഈ ഭൂമിയിൽ വെച്ച് ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പലതും വേണ്ടാന്ന് വെക്കേണ്ടി വന്നോ? യേശുവിനെ ഓർത്ത് വേണ്ടാന്ന് വെക്കേണ്ടി വന്നോ? പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നോ? ഇന്ന് ഞാൻ പറയട്ടെ, 100 ഇരട്ടി സന്തോഷം അനുഭവിക്കും. ഹല്ലേലൂയ, ഇന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചില ഭവനങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കാൻ പോവല്ല എന്ന് പോലും പറയുന്ന വിധത്തിൽ, നിരാശപ്പെടുത്തുന്ന വിധത്തിലുള്ള വാക്കുകൾ ഏൽക്കുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്ക് പോകല്ലേ അല്ലെങ്കിൽ പ്രാർത്ഥിക്കല്ലേ എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന ഏതോ കുടുംബത്തിൽ നിന്ന് ഒക്കെ ഇന്ന് വചനം കേൾക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, 100 ഇരട്ടി സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കാൻ പോകുക. അധികം ദൂരത്തല്ല. ഹല്ലേലൂയ, നിങ്ങളെ തടസ്സപ്പെടുത്തിയ വ്യക്തി പോലും നിങ്ങളോടൊപ്പം ആരാധിക്കുന്ന നാളുകൾ വരുക. ഹല്ലേലൂയ, സ്തോത്രം. ആ തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുക. സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്താൽ സകലതും സാധ്യമാ. ഹല്ലേലൂയ എന്ന് വിളിച്ചു പറയണം, ദൈവത്താൽ സകലതും സാധ്യമാ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിനകത്തേക്ക് നമുക്ക് വരാം. ലൂക്ക് ചാപ്റ്റർ 1. ഹല്ലേലൂയ, ലൂക്കാ സുവിശേഷം 1-നകത്ത് വരുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ നമ്മളൊരു 18-ാം തിരുവചനത്തിനകത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നു, സക്കറിയാവ് ദൈവദൂതനോട് ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? എന്ത് സംഭവിക്കും? വയസ്സാം കാലത്ത് ഞാൻ എങ്ങനെ അപ്പനാകും? പക്ഷെ നമ്മളിവിടെ ഒരു കാഴ്ച കാണും. അപ്പം അബ്രഹാമിനോട് നീ വയസ്സാം കാലത്ത് നീ അപ്പനാകും എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഒന്നും പറഞ്ഞില്ല. അബ്രഹാം അത് വിശ്വസിച്ചു, അല്ലേ? സാറ ചിരിച്ചു, പക്ഷേ അബ്രഹാം അത് വിശ്വസിച്ചു. പക്ഷെ നമ്മളിവിടെ കാണുന്നു, സക്കറിയാവിനോട് സ്നാപയോഹന്നാൻ ജനിക്കും, ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുമ്പം സക്കറിയാവിൻ്റെ അകത്ത് സംശയം കയറുന്നു. സക്കറിയാവ് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കാനാ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ദൂതൻ പറയുവാണ്, 20-ാം തിരുവചനത്തിനകത്ത് ദൂതൻ പറയുക, ഫോർ മൈ വേർഡ്സ് വിൽ സർട്ടൻലി ബി ഫുൾഫിൽഡ് അറ്റ് ദ പ്രോപ്പർ ടൈം. എൻ്റെ വാക്കുകൾ അതിൻ്റെ സമയത്ത്, അതൊന്ന് വായിച്ചേ, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ വാക്ക്, ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ ഊമനായി. ഓക്കെ, സംസാരിക്കാൻ കഴിയാതെ ഇരിക്കും. പക്ഷെ അതിനകത്തൊരു വാക്യം കിടക്കുന്നത് ഇങ്ങനെയാണ്, ഫോർ മൈ വേർഡ്സ് വിൽ സർട്ടൻലി ബി ഫുൾഫിൽഡ് അറ്റ് ദ പ്രോപ്പർ ടൈം. എൻ്റെ വാക്ക് അതിൻ്റെ തക്ക സമയത്ത് അത് പൂർത്തീകരിക്കും, അല്ലേ? ഹല്ലേലൂയ. അപ്പം ദൂതൻ ആരുടെ വാക്കാണ് കൊണ്ടുവന്നത്? ദൈവത്തിൻ്റെ വാക്കാണ് കൊണ്ടുവന്നത്. കർത്താവായ ദൈവത്തിൻ്റെ വാക്കാണ് കൊണ്ടുവന്നത്. ഈ വാക്ക് അതിൻ്റെ തക്ക സമയത്ത് പൂർത്തീകരിക്കും. ഇന്നൊന്ന് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാക്കുകൾ അതിൻ്റെ തക്ക സമയത്ത് പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ആ പൂർത്തീകരണത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക ഇന്ന്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ആ വാക്ക്, ദൈവം പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ആ വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന സമയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ വചനം പറയുന്ന എൻ്റെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും കർത്താവ് പറഞ്ഞ വാക്കിനകത്തേക്ക്, കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിനകത്തേക്ക് നമ്മൾ ഈ ദിവസങ്ങളിൽ ഓടിക്കേറിക്കൊണ്ടിരിക്കുക. അത് നടക്കും, അത് നടക്കാതെ മാറത്തില്ല. ഇവിടെ ദൂതൻ പറയുക, സക്കറിയാവേ, നീ ഇനി നിന്റെ വായും കൊണ്ട് നെഗറ്റീവ് പറയാതിരിക്കാൻ വേണ്ടി നിന്റെ വായയും കൂടെ ഞാൻ അടച്ചു വെക്കുക, അല്ലേ?
ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ വായെ അടച്ചു വെക്കും, ഞാൻ വേണ്ടാത്തതൊന്നും വിളിച്ചു പറയത്തില്ല. എങ്ങനെ പറയത്തില്ല? ഞാൻ വിളിച്ചു പറയത്തില്ല, ഷോ ഇതെന്തൊരു കഷ്ടമാ എന്ന് വിളിച്ചു പറയത്തില്ല. ഞാൻ വിളിച്ചു പറയത്തില്ല, അയ്യോ ഒരു സമയദോഷമാ എന്ന് വിളിച്ചു പറയത്തില്ല. ദൈവമക്കൾക്ക് സമയവുമില്ല കാലവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറയത്തില്ല, ഇതെങ്ങനെ നടക്കും ദൈവമേ, ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ, വിളിച്ചു പറയത്തില്ല. സാധാരണ വീടുകൾക്കകത്ത് സാധാരണ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളാണ്, നിരാശപ്പെടുത്തുന്ന വാക്കുകളാണ്. ഞാൻ വിളിച്ചു പറയത്തില്ല, അയ്യോ ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ ശരിയാവാനാ, വിളിച്ചു പറയത്തില്ല. ഹല്ലേലൂയ. എന്ത് ദൂതൻ എന്ത് ചെയ്തു? വായെ അടച്ചു വെച്ചു. ഇന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ വാ ഹല്ലേലൂയ തുറക്കുവാണെങ്കിൽ സ്തോത്രം പറയാനേ തുറക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വാ വേണ്ടാത്തത് പറയുമ്പം വായെ അടച്ചു വെക്കണം. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എൻ്റെ നാവിൻ്റെ വാക്കുകളെ മാറ്റിത്തരണം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീടുകൾക്കകത്ത് ഈ വർഷം തീരുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ നടക്കണോ, അസാധ്യങ്ങൾ സാധ്യമാകുന്നത് നടക്കണോ, ദൈവം സകലതും സാധിപ്പിക്കുന്ന നിങ്ങൾക്ക് നടക്കണോ, അത് കാണണോ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വായെ അടച്ചു വെക്കണം. സ്തോത്രം പറയാനല്ലാതെ വായെ തുറക്കല്ലേ. ഇവിടെ ദൂതൻ പറയുക, അതിൻ്റെ തക്ക സമയം നടക്കുന്നത് വരെയും സക്കറിയാവേ നിന്റെ വായെ ഞാൻ അടച്ചു വെക്കുക. ഹല്ലേലൂയ. എന്താ? ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ അത് നടക്കും, അത് അതിൻ്റെ തക്ക സമയത്ത് നടക്കും. ഹല്ലേലൂയ. നമ്മൾ എന്നിട്ട് മുന്നോട്ട് നീങ്ങുമ്പം നമ്മൾ ലൂക്കാസ് സുവിശേഷം 1 അതിൻ്റെ 35 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് മരിയോട് ദൂതൻ യേശുവിൻ്റെ ജനനത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ മറിയ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാനൊരു കന്യകയല്ലേ, പുരുഷനെ അറിയാത്തതല്ലേ, ഇതെങ്ങനെ നടക്കും എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനാ അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നതിനകത്ത് ഒരു വാക്യം, ആ വാക്യം എന്ന് ഏറ്റെടുക്കണം. 35 തിരുവചനത്തിനകത്ത് ലൂക്കാസ് സുവിശേഷം 1:35 ഇങ്ങനെ പറയുവാണ്, ദ ഹോളി സ്പിരിറ്റ് വിൽ കം upon you and the power of the most high will overshadow you. എന്ന് വായിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ നിഴലിടും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പറഞ്ഞേ, സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ നിഴലിടുക. അല്ലേ, നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ക്രിയ നടക്കണമെങ്കിൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ മേൽ വീണ് അത്യുന്നതൻ്റെ ചിറകിൻ മറവിൽ വസിച്ചാലേ ഇത് സംഭവിക്കത്തുള്ളൂ. അല്ലേ, ദൂതൻ മരിയോട് പറഞ്ഞു, അത്യുന്നതൻ്റെ നിഴല് നിന്റെ മേൽ വീഴുമ്പോൾ. സ്തോത്രം. സങ്കീർത്തനം 91 പറയുന്നു, അത്യുന്നതൻ്റെ ചിറകിൻ കീഴിൽ വസിക്കുന്നവര്, അത്യുന്നതൻ്റെ ചിറകിൻ കീഴിൽ വസിക്കുന്നവര്, അവൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവർക്ക് സകലതും സാധ്യമാ. ഹല്ലേലൂയ. സങ്കീർത്തനം 91:1 പറഞ്ഞ അതേ കാര്യമാ ദൂതൻ മരിയോട് പറയുന്നേ. മരിയെ, നിന്റെ മേൽ സർവശക്തന്റെ നിഴല് വീഴുമ്പോൾ ഹല്ലേലൂയ അസാധ്യങ്ങൾ സാധ്യമാകും. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ദിവസങ്ങളാ. ഹല്ലേലൂയ. അത്യുന്നതന്റെ ചിറകിൻ മറവിൽ ഞാൻ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ നിഴൽ എൻ്റെ മേൽ വീഴുമ്പോൾ അസാധ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാധ്യമായി വരും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് അസാധ്യങ്ങൾ സാധ്യമാകണോ, സർവശക്തന്റെ നിഴല് നിങ്ങളുടെ മേൽ വീഴണം. ചിറകിൻ കീഴിലാണോ ഇരിക്കുന്നത്, അന്ന് ആ നിഴല് നിങ്ങളുടെ മേൽ വീഴും. നിഴല് നിങ്ങളുടെ മേൽ വീഴുമ്പോൾ ദൈവത്തിൻ്റെ അസാധ്യമായ ശക്തി, സകല അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ക്രിയ ചെയ്യും. ചില അസാധ്യങ്ങൾ സാധ്യമാവും. എന്നിട്ട് ആ 1:37 മരിയോട് ദൂതൻ പറയുക, for nothing is impossible with God. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ഇന്ന് വാഗ്ദത്തം വിളിച്ചു പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞേ, എൻ്റെ ജീവിതം ഹല്ലേലൂയ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കുമ്പോൾ, ദൈവത്തിൻ്റെ നിഴൽ എൻ്റെ മേൽ വീഴുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സകല അസാധ്യങ്ങളും സാധ്യമായി തീരുക. ഹല്ലേലൂയ. ഐ ചാലഞ്ച് യു ടുഡേ. ഇന്ന് ഞാൻ ഹല്ലേലൂയ നിങ്ങളോടൊക്കെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കാൻ സാധിക്കുമോ? നിഴലിൻ കീഴിൽ പാർത്താൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിൻ്റെ നിഴല് നിങ്ങളുടെ മേൽ വീഴും. നിങ്ങളുടെ മേൽ വീണ്
വീണാൽ അസാധ്യങ്ങൾ സാധ്യമാവും. ആ നിഴലിനകത്ത് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ. ആ സങ്കീർത്തനം 91 നോക്കിക്കേ. ഹല്ലേലൂയ. സങ്കീർത്തനം Psalm 91 verse number 1. Those who live in the shelter of the Most High will find rest in the shadow of the Almighty. എന്ന് വായിച്ചേ. അത്യുന്നതന്റെ മറവിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുവേം. സർവശക്തന്റെ നിഴലിൻ കീഴിൽ കണ്ടോ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അവനെ കുറിച്ചാണ് 91 സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നത്. ഇതേ നിഴലിൻ കീഴിൽ പാർക്കുന്ന മറിയോട് പറയുക, സർവശക്തന്റെ നിഴല് നിന്റെ മേൽ വീഴുമ്പോൾ നീ പുരുഷനെ അറിഞ്ഞില്ലെങ്കിലും മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്, മെഡിക്കൽ സയൻസിന് ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഹല്ലിയ നിന്റെ അകത്തോട്ട് ദൈവത്തിന്റെ ശക്തി കയറും. അപ്പം ഹല്ലിയ ഭാരനായി കിടന്നത് ഹല്ലിയ അതിനകത്ത് ജീവനുണ്ടാകും. അല്ലേ, ശൂന്യമായി കിടന്ന ഉദരത്തിനകത്തേക്ക് ജീവനുണ്ടാകും. ഇന്ന് പറഞ്ഞേ, ഞാൻ സർവശക്തന്റെ നിഴലിൽ ഞാൻ പാർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്തെ ശൂന്യതകൾക്കകത്ത് ചില ജീവനുണ്ടാകും. ചില ശൂന്യമായി കിടക്കുന്നത് ചലിക്കാൻ തുടങ്ങും. ചില ജീവനില്ലാതെ കിടക്കുന്നത് ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ശൂന്യമായി കിടക്കുന്നത് നിറയാൻ തുടങ്ങും. ഇന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ ഞാൻ പ്രസവിക്കാൻ പോകുക. ഹല്ലേലൂയ. I'm going to give birth to some things. ഹല്ലേലൂയ. പുതിയ ചിലതിനൊക്കെ ജീവൻ കൊടുക്കാൻ പോകുക. എങ്ങനെയാ? ഞാൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുമ്പോൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിഴല് എൻ്റെ മേൽ വരുമ്പോൾ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ ചിലതൊക്കെ ജീവനിലേക്ക് വരാൻ പോകുക. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. ഹല്ലേലൂയ. 1 കൊരിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായം 20-ാം തിരുവചനത്തിനകത്ത് വചനം ഇങ്ങനെ പറയുന്നു. ദൈവം അതിൻ്റെ ആ വാക്യങ്ങൾ 17 തൊട്ട് 2 കൊരിന്ത്യർ 1:17 തൊട്ട് 20, 2 Corinthians chapter 1 verse number 17 until 20. അതിനകത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുക, പറയുക, എൻ്റെ ഉവ്വെന്ന് പറഞ്ഞാൽ അത് ഉവ്വെന്ന് തന്നെയാ, എൻ്റെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെയാ. ഞാൻ യേശു കർത്താവിനെ പോലെയാ. ഞാൻ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നും. ഹല്ലേലൂയ. എന്നിട്ട് 20-ാം തിരുവചനം ഇന്ന് ബലപ്പെടുത്തുന്ന ഒരു വാക്യം പറയുക. യേശു കർത്താവിൻ്റെ എന്ന് വായിച്ചേ, ഫോർ ഓൾ ഓഫ് ഗോഡ്സ് പ്രോമിസസ്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തുവിൽ അത് ഊവെന്നും ആമേന്നും അത്രേ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, ഞാൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിൽ ഊവെന്നും ആമേന്നും. ഹല്ലേലൂയ. ഇന്നത് നടക്കും. ഈ ദിവസങ്ങളിൽ അത് നടന്നെടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ഇനി ഒരു മാറ്റമില്ല. ഹല്ലേലൂയ. അസാധ്യങ്ങൾ സാധ്യമാകുന്നത് ഞാൻ കാണും. എന്താ നമ്മൾ തുടക്കത്തിൽ കേട്ടത്? ഹല്ലേലൂയ. ഒരുവന്റെ ഹൃദയത്തിനകത്ത് കയറി പ്രവർത്തിക്കാൻ പോലും ദൈവത്തിന് സാധിക്കും. സ്തോത്രം. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. കർത്താവിൻ്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കുമ്പോൾ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അത് നടക്കും. അത് ക്രിസ്തു യേശുവിൽ ഊവെന്നും ആമേന്നുമായി നടക്കും. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുക തന്നെ വേണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ദൈവം പറയുന്നത്, വിശ്വസിക്കാത്തവൻ ഒരു കാറ്റിൻ്റെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നവനാ. അല്ലേ? യാക്കോബിന്റെ 1:6-7 ഒന്ന് വായിച്ച്. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അപ്പം വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിനോട് ചോദിക്കുമ്പോൾ, നമ്മുടെ വാഗ്ദത്തങ്ങൾ ചോദിക്കുമ്പോൾ, അപ്പം എങ്ങനെയാ റൂട്ട് എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ കയറിയിരിക്കുക. അപ്പം നമ്മൾ ചോദിക്കുന്നത് വിശ്വാസത്തോടെ ചോദിക്കുന്നത്. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക്. അപ്പം നമ്മൾ ചോദിക്കുന്നത് നമ്മൾ സംശയമില്ലാതെ വിശ്വസിക്കണം. നമ്മൾ സംശയത്തോടെ ചോദിച്ചാൽ വചനം പറയുന്നു, കാറ്റത്ത് കിടന്ന് ഒലയുന്ന ഒരു ഞാങ്ങണ പോലെ. അല്ലേ? അല്ലെങ്കിൽ ഒരു കാറ്റ് കടലിൻ്റെ വേവ്സ് പോലെ, അല്ലേ? തിരമാല പോലെ, കടലിലെ തിരമാല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവൻ തിരിയാൻ സാധ്യതയുണ്ട്. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ തിരമാല പോലെയും ഞാൻ ഞാങ്ങണ പോലെയും ഒന്നുമല്ല. ഹല്ലേലൂയ. ഐ എം നോട്ട് ലൈക്ക് എ റീഡ്, ഐ എം നോട്ട് ലൈക്ക് എ വേവ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുക, ഞാൻ ഉറച്ചും വിശ്വസിക്കുക, എൻ്റെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് തീരുമാനമെടുത്തേ, ഞാൻ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കാം, ഞാൻ വസിക്കാം. കണ്ടോ? സർവശക്തൻ്റെ
നിഴലിൻ്റെ കീഴിൽ വസിക്കാനാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതും നിൽക്കുന്നതും ഉറങ്ങുന്നതും കിടക്കുന്നതും എല്ലാം, തിന്നുന്നതും കുടിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ ഇങ്ങനെ പാർക്കുന്നവന് അസാധ്യമായി ഒന്നുമില്ല. മരിയോട് പറഞ്ഞു, മരിയെ, നിന്റെ മേൽ ദൈവത്തിൻ്റെ നിഴല് വീഴും. നിഴല് വീഴുമ്പോൾ നീ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കും. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ അകത്ത് വരുമ്പോൾ നിന്റെ ഒന്നുമില്ലാതെ കിടക്കുന്ന ഉദരത്തിനകത്ത് ഒരു കുഞ്ഞ് ജനിക്കും. ഹല്ലിയ. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തെ സ്വപ്നം നിന്റെ ഉദരത്തിനകത്ത് ജനിക്കും. ഹല്ലിയ. നാളുകളായി വാഗ്ദത്തം പറഞ്ഞു വെച്ചിരുന്ന ആ സ്വപ്നം, ആ വാഗ്ദത്തം നിന്റെ ഉദരത്തിനകത്ത് ജനിക്കും. ഹല്ലിയ. ഇന്ന് ഹൃദയത്തിനകത്തെ, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തെ സ്വപ്നം നമ്മുടെ ജീവിതത്തിനകത്ത് ജനിച്ചിരിക്കുക. ഹല്ലിയ. നാളുകളായി പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ജനിച്ചിരിക്കുക. ഇത് വിശ്വസിക്കുന്നവരാൽ ഇത് സംഭവിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വാഗ്ദത്തങ്ങൾ വെളിപ്പെടട്ടെ. ക്രിസ്തു യേശുവിൽ അത് ഉവ്വെന്നും ആമേന്നുമായി തീർന്നിരിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു. സാധ്യമല്ലാത്ത കാര്യങ്ങൾക്കകത്തേക്ക് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കയറി വരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.